ഞാൻ കിടക്കുന്ന സ്ഥലം കേട്ടോ. അതെ, കംപ്ലീറ്റ് ഭയങ്കര തിക്കാ. എൻ്റെ ബാക്ക് ഇത്രയും കാല് പോകുന്നു. ഒക്കെ അവിടെ നോക്കാവിടെ. പിന്നെ ഫ്രണ്ട് സീറ്റ് നല്ല ടൈറ്റ് ആട്ടോ. എൻ്റെ ഷോയെ ഇവിടെ നല്ല അടിപൊളി പന്നിയിറച്ചി കിട്ടും കേട്ടോ, നിർത്തി പൊരിച്ച്. പക്ഷേ കഴിക്കാൻ പറ്റിയല്ല. ചെറുപ്പം തൊട്ടേ പന്നി എന്തോ ഒരു നായിൻ്റെയൊക്കെ ഗണത്തിൽ നമ്മൾ കൂട്ടുന്നത്. അതിനെക്കൊണ്ട് എന്തോ കഴിക്കുന്ന നേരത്തെ നമ്മൾ എന്തോ ഒരു ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ കഴിച്ച് കിട്ടും ഒരു വട്ടം. അത് പന്നിയാണെന്ന് വിചാരിച്ച് കഴിച്ചതല്ല, ഞാൻ മീറ്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ കൊണ്ടു തന്ന പന്നിൻ്റെ ഞാൻ നോർമലായിട്ട് വിചാരിച്ച് ഒന്നെങ്കിൽ മട്ടൺ ആയിരിക്കും അല്ലെങ്കിൽ ബീഫാണല്ലോ മെയിനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവർ ഞാൻ കഴിച്ചപ്പോൾ തന്നെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മസാല മാറിപ്പോയി, കുഴപ്പമില്ല എന്നുള്ള ഇതിൽ ഞാൻ വിശപ്പ് കാരണം നല്ലോണം കഴിച്ച്. പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചു എന്താ ഫുഡ് ഇതെന്താണെന്ന് വെച്ച്. അപ്പോൾ ഓലി പറഞ്ഞേ പന്നിൻ്റെ ഇറച്ചിയാന്ന്. അപ്പം നമുക്കൊരു അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്തോ ഒരു ഇതില്ലേ അറപ്പ് തോന്നുമല്ലോ അങ്ങനെ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ. അതിപ്പോൾ എന്ത് ഫുഡാണെങ്കിലേ നമ്മളെ മനസ്സിന് ഇത് അടിപൊളിയാണെന്ന് വിചാരിച്ചാൽ കഴിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീഫിൻ്റെ ബോട്ടില്ലേ അത് കഴിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. പക്ഷേ ബീഫിൻ്റെ ബോട്ടി എന്ന് പറയുന്ന സംഭവം എന്താ, അതിൻ്റെ വേസ്റ്റ് ബോക്സ് അല്ലേ, അതുവരെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ എൻ്റെ സാധനമാണോ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുന്ന സാധനം നല്ല സ്മെല്ലും ഉണ്ടാവും ഈ സാധനത്തിന്, ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലുമാണ്. പക്ഷേ അതുവരെ ആൾക്കാർ ഓക്കെ അടിപൊളിയാന്ന് വിചാരിച്ച് കഴിക്കുന്നുണ്ട്. നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ എത്ര മോശം പറഞ്ഞ സംഭവമാണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ശരിക്കും അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കുടുങ്ങിപ്പോയൊരു നാടാട്ടോ ഇത്. കോയപ്പറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്തതല്ല ഈ ഒരു നാട് ഇങ്ങനെ വരണം വിസിറ്റ് ചെയ്യണമെന്നൊന്നും. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. പക്ഷേ കുറച്ച് സമയമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്താണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. നേരെ മുമ്പിലുണ്ട്. എങ്ങനെ ക്രോസ് ചെയ്തോ അങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്ന ചരക്കാട്ടോ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിചാരിക്കില്ല ഈ വിയറ്റ്നാമിൽ നിന്ന് കംബോഡിയ വരെ ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ 1-2 ആൾക്കാരെയും കൊണ്ട് വരികയാണ്. ഇപ്പോഴല്ലേ മനസ്സിലായി ഇവർ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബസ്സിൻ്റെ നേരെ പകുതി ആൾക്കാർക്കും പകുതി ചരക്കിനുമാണ്. അപ്പോൾ നമ്മളെ ഈ ലഗേജ് വെക്കുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ചരക്കായിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് അവർ പറയും ലഗേജ് എടുത്ത് ഉള്ളിൽ പൊക്കോടാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഓക്കെ മനസ്സിലായി. കാര്യം നല്ലൊരു പെർസെൻറ്റേജ് വരെ ചരക്ക് കിട്ടുന്നുണ്ട്. ഇതാകുമ്പോൾ വലിയ രീതിയിൽ അങ്ങനെ ചെക്ക് ചെയ്യും. ഗൈസ് ഈ ചരക്ക് തീരായിട്ട് ഒരു ഈ ബസ്സിൻ്റെ ഉള്ളിലും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ലഗേജ് ഒന്നും വെക്കാൻ സ്ഥലമില്ല, കംപ്ലീറ്റ് ഫുള്ളാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നതും കിടക്കുന്ന സ്ഥലമില്ലേ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ബോക്സ് കയറ്റി വെക്കുന്നുണ്ട്. ജസ്റ്റ് $3 വേണ്ടി ഇത്രയും കഷ്ടപ്പാടുണ്ടാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഇന്നലെ $15 നമ്മൾ നല്ല ലക്ഷറി ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്നത് പക്ക ഒരു ലോക്കൽ ട്രെയിൻ ഫീലായിരിക്കും. തായ്ലൻഡ് പോയില്ലെങ്കിൽ എന്താ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടുമോ? ഇതൊക്കെ ഞാൻ കിടക്കുന്ന കേട്ടോ ഇവിടെ. സ്ഥലം എല്ലാം കാണുന്നില്ലല്ലോ, ചെറിയൊരു സ്പേസ്. പിന്നെ ഒരു മൈനസ് എല്ലാം എന്താ അറിയോ, ചാർജിങ് സ്ലോട്ടില്ല. അവിടെ പോലും നമ്മുടെ ചാമ്പ്യതാണ് എവിടെ ഇല്ല. ഇവിടെ ലൈറ്റ് പോലും ഇല്ല. ലൈറ്റും എ സിയൊക്കെ കോമ്പിനേഷൻ ആണ്. എല്ലാവർക്കും കിട്ടുന്ന എ സി മാത്രമേ നമുക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ജസ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കേട്ടോ. വൺ ടാസ്ക്കാണ്. എൻ്റെ കാലം അതിൻ്റെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട് ഒക്കെയായിട്ട് പോകാന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്കാണ്. കാര്യം അത്രയും ഹൈറ്റിലാണ് നമ്മളതിൽ. അപ്പോൾ ഞാൻ കിടക്കുന്ന സ്ഥലം കേട്ടോ. അതെ, കംപ്ലീറ്റ് ഭയങ്കര തിക്കാണ്. എൻ്റെ ബാക്ക് ഇത്രയും കാല് പോകുന്നു. ഒക്കെ അവിടെ നോക്കാണ്. പിന്നെ ഫ്രണ്ട് സീറ്റ്
സീനില്ല കേട്ടോ. കാര്യം നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലും ലോക്കൽ ടിക്കറ്റ് എടുത്തതാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇതാണ് അവസ്ഥ, കാല് മടക്കാൻ പറ്റുന്നില്ല. അല്ല, കാല് മടക്കി തന്നെ വെക്കണം, നൂർത്താൻ പറ്റുന്നില്ല. നൂർത്താണെങ്കിൽ എൻ്റെ ഹെഡ് ചാമ്പ് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചാൽ എൻ്റെ തല ഇതാ പുറത്തെത്തി, തല വെക്കാൻ സ്ഥലമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ തായ്ലൻഡ് വിസൻ്റെ കേസ് ഞാൻ മുമ്പ് എയർപോർട്ട് വഴി തായ്ലൻഡ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഹോട്ടൽ ബുക്കിങ്ങോ റിട്ടേൺ ടിക്കറ്റോ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് പാസ്പോർട്ട് മാത്രം കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വിസ കിട്ടിയെന്ന്. അന്ന് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെയിം ടൈമിൽ ഇപ്പോൾ ഇത് ബോർഡർ വഴി വന്നപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നു, ഹോട്ടൽ ബുക്കിങ്ങും ഉണ്ടായിരുന്നു, പക്ഷേ റിട്ടേൺ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അവർ വേറെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ബോർഡർ വഴി വരുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് കംബോഡിയ നിന്ന് തായ്ലൻഡിലേക്ക് കയറുന്നേരം. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒന്ന് നോക്കി വെക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സും പക്കയായിട്ട് തന്നെ കൊണ്ടുപോകുക. ഓക്കെ, ഏത് എയർപോർട്ട് വഴി പോവുകയാണെങ്കിലും അതുപോലെ ലാൻഡ് ബോർഡർ വഴി പോവുകയാണെങ്കിലും ഒക്കെ ഡോക്യുമെൻറ്റ്സ് പക്കയാക്കി വെക്കുക. അവർ ചോദിക്കോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ നമ്മൾ എന്തായാലും ഇതൊക്കെ കരുതി വെക്കണം. ചോദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ശരിക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാപ്പി ആക്കുക എന്നുള്ളതല്ല ഇവർ പഠിക്കുന്ന ബിസിനസ്. ലാഭം ഏതൊക്കെ വഴിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ പഠിക്കുന്ന മെയിൻ ബിസിനസ്. ഇത് കണ്ടില്ലേ, കിലോ ലഗേജൊക്കെ എവിടെ എത്തിയോ ആവോ, എവിടെയും കാണുന്നില്ല. അടുത്തേക്ക് നല്ലോണം തപ്പി എടുക്കേണ്ടി വരും, സമയമാവും. അപ്പോൾ ഇവിടെ എത്തിയിട്ടോ, ഫെനോം സിറ്റി എത്തി. ഞാനപ്പോൾ ഇത് വേഗം തപ്പിക്കാറുണ്ട്, അതാ അവിടെ ഉണ്ട്. ഇപ്പോൾ ഫെനോം സിറ്റി എത്തിയിട്ടോ. പക്ഷെ ഇത് ലുക്ക് കണ്ടിട്ട് ഫെനോം സിറ്റി എല്ലാം തോന്നും, ഒരു മുംബൈ ഫീലൊക്കെ. ഇതുവരെ വരാത്ത സ്ഥലവുമാണ്, അറിയാത്ത അറ്റ്മോസ്ഫിയർ. ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 6:15 ഇനി ക്രൗഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് നാളെ 8:30 മലേഷ്യക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ താമസിച്ച പാകിസ്ഥാനി മസ്ജിദ് ഇല്ലേ, അവിടേക്ക് പോവുക. അവിടേക്ക് പോയിട്ട് അവിടെ നിസ്കരിക്കുക, എന്നിട്ട് ഉറക്കമൊക്കെ ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. കാര്യം ഒരു 4:00 നാളെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അതൊന്ന് പ്രിപ്പയർ ചെയ്യുകയും വേണം. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് എന്തായാലും റിട്ടേൺ ടിക്കറ്റ് അല്ല, ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ്. ഫ്ലൈറ്റിൽ പോവാണല്ലോ, അപ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ചിലപ്പോഴേ ചോദിക്കുകയൊക്കെ ചെയ്യുമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു വട്ടം നമ്മൾ വെള്ളത്തിൽ വീണ പൂച്ചാണല്ലോ, ചൂടുവെള്ളത്തിൽ വീണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി പച്ചവെള്ളം കണ്ടാലും നമുക്ക് പേടിയാണ്. അപ്പോൾ അതിനോട് ഡോക്യുമെൻറ്റ്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യാം. ഇനി സിംഗപ്പൂരൊക്കെ എത്തുമ്പോൾ ഞാൻ കറക്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ, ഹോംലെസ് പീപ്പിൾസ് എങ്ങനെയാണ്. കാര്യം അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. സിംഗപ്പൂരൊക്കെ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ വീടില്ലാത്തവർ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടിയല്ലോ, 1.9 കിലോമീറ്റർ കൂടിയല്ലോ. പിന്നെ എനിക്ക് ഈ സിറ്റി കണ്ടിട്ടേ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു മുംബൈ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം ഈ പകൽ വെളിച്ചത്തിൽ കംപ്ലീറ്റ് കാണൂല, രാവിലെ ആവാൻ നേരം സൈഡിൽ ചെറിയ ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ഡള്ളായിരിക്കും. അപ്പോൾ അവിടെ കുറേ ലോക്കൽസ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോംലെസ് പീപ്പിൾസ് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അതന്നെ അല്ല ഇനി, അതായത് മെയിനായിട്ട് ഇപ്പോൾ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ ഉറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. മെയിനായിട്ട് അതല്ല, വണ്ടികളിൽ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ ടുക്ക് ആയിരിക്കും. ടുക്ക് എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, ആ സൈക്കിളും ബൈക്കും അതിൻ്റെ ബാക്കിൽ ഇതില്ലേ, ആ സെറ്റപ്പില്ലേ. അപ്പോൾ അങ്ങനത്തെ അതിലൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്.